രാഹുൽ ഈശ്വറിന്റെ ഭാര്യ ദീപ രാഹുൽ ഹാജരാക്കിയിട്ടുണ്ട്. ഈ ലാപ്ടോപ്പ് എന്നാണ് പോലീസ് പറയുന്നത്. അപ്പൊ എനിക്ക് തോന്നുന്നു ഡിവൈസ് എന്തോ വേണമെന്ന് പറയുന്നുണ്ട്. അപ്പം അത് എവിടെയാണെന്ന് ചേട്ടനെ അറിയുള്ളൂ. അപ്പോൾ അകത്തോട്ട് പോയാലേ ബാക്കി അറിയാൻ പറ്റുള്ളൂ. ഞാൻ ഒന്ന് കയറിയിട്ട് വന്നിട്ട് ബാക്കി. രാഹുൽ ഈശ്വറിന്റെ ഭാര്യ അഭിഭാഷക കൂടിയാണ് ദീപ കൂടി ഇപ്പോൾ വീട്ടിലേക്ക് എത്തിയിരിക്കുകയാണ്. ഡിവൈസിനെ കുറിച്ച് തന്നെയാണ് ദീപയും പറയുന്നത്. അത് വീടിന്റെ കൊണ്ടുവന്നതാണ് എന്നുള്ളതാണ് ഇപ്പോൾ പ്രതികരിച്ചത്. എന്തായാലും ഈ സൈബർ അധിക്ഷേപ പരാതിക്കെതിരായിട്ടുള്ള രാഹുൽ മാങ്കൂട്ടത്തിന് അനുകൂലമായി വീഡിയോ ചെയ്യുന്നത് നിർത്തണമെന്നാണ് എന്നോട് ആവശ്യം. നിർത്തില്ല. ഗാന്ധി സുരേഷ് സാർ നമസ്കാരം. രാഹുൽ മാങ്കൂട്ടത്തിന് അനുകൂലമായി വീഡിയോ ചെയ്യുന്നത് നിർത്തില്ല. രാഹുൽ പ്രതികരിക്കുന്നതാണ് കേട്ടത്. രാഹുൽ മാങ്കൂട്ടത്തിന് ഒരു തരത്തിലും പിന്നോട്ട് പോകില്ല. എന്ത് സംഭവിച്ചാലും ശരി, പ്രഭാതം മുതൽ പ്രദോഷം വരെ രാഹുൽ മാങ്കൂട്ടത്തിന് വേണ്ടി താൻ ബാറ്റ് ചെയ്തുകൊണ്ടിരിക്കും. നിരന്തരം രാഹുലിന് വേണ്ടി സംസാരിച്ചു കൊണ്ടിരിക്കും. ഇനിയും വീഡിയോ ചെയ്യും എന്ന് തന്നെയാണ് ഇപ്പോൾ രാഹുൽ ഈശ്വർ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഈ കഴിഞ്ഞ 4 ദിവസങ്ങൾക്കുള്ളിൽ 16 വീഡിയോ ആണ് രാഹുൽ മാങ്കൂട്ടത്തിന് വേണ്ടി രാഹുൽ ഈശ്വർ പോസ്റ്റ് ചെയ്തത്. അതുമായി ബന്ധപ്പെട്ട് അത് ചിത്രീകരിച്ച് അത് എഡിറ്റ് ചെയ്ത ആ ലാപ്ടോപ്പ് കസ്റ്റഡിയിലെടുക്കാൻ വേണ്ടിയാണ് ഇപ്പോൾ രാഹുൽ ഈശ്വറിനെയും കൊണ്ട് സ്വന്തം രാഹുലിന്റെ വീട്ടിലേക്ക്, പൗടിക്കുളത്തെ വീട്ടിലേക്ക് പോലീസ് എത്തിയിട്ടുള്ളത്. ഇതിനുശേഷമായിരിക്കും മജിസ്ട്രേറ്റിന് മുൻപിൽ രാഹുൽ ഈശ്വറിനെ ഹാജരാക്കുക. സൈബർ ഇടത്തിൽ ഈ പരാതിക്കാരിയെ അപമാനിച്ച കേസിൽ ആദ്യത്തെ അറസ്റ്റാണ് രാഹുൽ ഈശ്വറിന്റേത്. ഇനി മറ്റ് 3 പേർ കൂടിയുണ്ട്. ദീപ ജോസഫ് സുപ്രീം കോടതി അഭിഭാഷകയാണ്. സന്ദീപ് വാര്യർ കോൺഗ്രസിന്റെ KPCC ജനറൽ സെക്രട്ടറിയാണ്. അത് മറ്റൊന്ന് രഞ്ജിത പുളിക്കൻ മഹിളാ മോർച്ച നേതാവാണ്. ഈ മറ്റു 3 പേർക്കെതിരെ കൂടി നടപടിക്ക് ഉടൻ തന്നെ സാധ്യതയുണ്ട്. അത് മാത്രമല്ല, സൈബർ ഇടങ്ങളിൽ ആ പെൺകുട്ടിയുടെ പേര്, വിലാസങ്ങൾ ഒക്കെ പ്രചരിപ്പിക്കുന്ന ആളുകൾക്കെതിരെയും ശക്തമായ നടപടി ഉണ്ടാകുമെന്നുള്ളതാണ് എച്ച് വെങ്കടേഷ്, ക്രമസമാധാന ചുമതലയുള്ള ADGP വ്യക്തമാക്കിയിട്ടുള്ളത്. ജിബിൻ പറഞ്ഞതുപോലെ മാധ്യമങ്ങളോട് സംസാരിക്കാതെ എന്തായാലും ആ വീടിന്റെ പടി കയറിയില്ല രാഹുൽ. അത് തന്നെയാണ് ആര്യ. കാരണം ഈ കേസുമായി ബന്ധപ്പെട്ട ഓരോ സന്ദർഭങ്ങളിലും മാധ്യമങ്ങളോട് രാഹുൽ ഈശ്വർ കൃത്യമായി പ്രതികരിച്ചിരുന്നു. പോലീസ് ആദ്യഘട്ടത്തിൽ ഇവിടെ നിന്ന് കസ്റ്റഡിയിലെടുക്കുന്ന സമയത്ത് പോലും വീഡിയോ രാഹുൽ ഈശ്വർ ചിത്രീകരിച്ചിരുന്നു. അതിന് പിന്നാലെ ഇന്ന് രാവിലെയോട് കൂടിയാണ് ക്യാമ്പിൽ നിന്ന് രാഹുൽ ഈശ്വറിനെ കോടതിയിലേക്ക് കൊണ്ടുപോകാനെന്ന് പറഞ്ഞ് പുറത്തേക്ക് ഇറക്കിയത്. പക്ഷേ ആ ഘട്ടത്തിൽ പോലും രാഹുൽ ഈശ്വറാണ് മാധ്യമങ്ങളോട് പറഞ്ഞത്, എന്നെ കൊണ്ടുപോകുന്നത് പൗടിക്കോണത്തെ വീട്ടിലേക്കാണ്, അവിടെ നിന്ന് ലാപ്ടോപ്പ് കസ്റ്റഡിയിൽ എടുക്കുന്നതിന് വേണ്ടിയിട്ടാണ് എന്നെ കൊണ്ടുപോകുന്നത് എന്നാണ് രാഹുൽ ഈശ്വർ പ്രതികരിച്ചത്. പക്ഷേ രാഹുൽ ഈശ്വറിനെ വീട്ടിലേക്ക് കൊണ്ടുവന്ന സമയത്ത് രാഹുൽ ഈശ്വർ മാധ്യമങ്ങളോട് സംസാരിക്കുമെന്ന് കരുതി മാധ്യമ സംഘത്തെ പോലീസ് പുറത്തേക്ക് ഇറക്കുന്ന ഒരു സംഭവമാണ് ഉണ്ടായത്. പക്ഷേ രാഹുൽ ഈശ്വറിനെ വീട്ടിലേക്ക് ഇറക്കുന്ന സമയത്ത് തന്നെ രാഹുൽ ഈശ്വർ മാധ്യമങ്ങൾ നിൽക്കുന്ന സ്ഥലത്തേക്ക് വന്ന് പ്രതികരിച്ചിരുന്നു. രാഹുൽ മാങ്കൂട്ടത്തിനെ അനുകൂലിച്ചുകൊണ്ട് ചെയ്യുന്ന പോസ്റ്റുകൾ ഇനിയും തുടരുമെന്ന് തന്നെയാണ് ഈ സമയത്ത് പോലും രാഹുൽ ഈശ്വർ വ്യക്തമാക്കിയിരിക്കുന്നത്. എന്തായാലും പോലീസിന്റെ സംഘം ഇപ്പോൾ രാഹുൽ ഈശ്വറിന്റെ വീട്ടിന്റെ അകത്തേക്ക് കയറിയിട്ടുണ്ട്. ഈ വീട്ടിന്റെ രണ്ടാമത്തെ ആണെന്ന് തോന്നുന്നു. കാരണം രാഹുൽ ഈശ്വർ മുൻപ് പല സന്ദർഭങ്ങളിലും സാമൂഹ്യ മാധ്യമങ്ങൾ വഴി പുറത്തേക്ക് വിട്ടിരുന്ന വീഡിയോ മനസ്സിലാക്കാൻ ഈ വീട്ടിന്റെ അകത്ത് ഒരു സ്റ്റുഡിയോ ഉണ്ട്. ആ സ്റ്റുഡിയോയ്ക്ക് അകത്തിരുന്നാണ് രാഹുൽ ഈശ്വർ ഈ സാമൂഹ്യ മാധ്യമങ്ങളിൽ പോസ്റ്റ് ചെയ്യുന്ന വീഡിയോകൾ. അതുകൊണ്ട് ഈ സ്റ്റുഡിയോയിലേക്കാണ് രാഹുൽ ഈശ്വറിനെ വീട്ടിന്റെ അകത്തുള്ള സ്റ്റുഡിയോയിലേക്കാണ് പോലീസ് ഇപ്പോൾ എത്തിച്ചിരിക്കുന്നത്. ആദ്യഘട്ടത്തിൽ പോലീസ് തേടുന്നത് രാഹുൽ കഴിഞ്ഞ ദിവസം ഒളിപ്പിച്ചു എന്ന് പറയുന്ന ആ ലാപ്ടോപ്പ് കണ്ടെത്തുക എന്നതാണ് പോലീസിന്റെ പ്രധാന ലക്ഷ്യം. ആ ലാപ്ടോപ്പ് ഈ വീട്ടിന്റെ അകത്ത് തന്നെ ഉണ്ട് എന്നുള്ള ഒരു കാര്യം വ്യക്തമാണ്. കാരണം രാഹുൽ ഈശ്വർ കഴിഞ്ഞ ദിവസം രാത്രി പോലീസ് കസ്റ്റഡിയിൽ എടുത്ത ശേഷം അദ്ദേഹത്തിന്റെ അക്കൗണ്ടിൽ പ്രത്യക്ഷപ്പെട്ട വീഡിയോയിൽ പറയുന്നുണ്ട്, ഈ ലാപ്ടോപ്പ് ഇവിടെ ഞാൻ സുരക്ഷിതമായി എന്ന് പറയുന്നുണ്ട്. അതുകൊണ്ട് ഈ ലാപ്ടോപ്പ് ഈ വീട്ടിന്റെ അകത്ത് തന്നെയുണ്ട്. ലാപ്ടോപ്പ് പോലീസ് കണ്ടെത്തും. അതിനുശേഷമായിരിക്കും ഈ ലാപ്ടോപ്പിന്റെ അകത്തുള്ള ഉള്ളടക്കങ്ങളുടെ വിവരങ്ങൾ പോലീസ് ശേഖരിക്കുക. കാരണം കഴിഞ്ഞ കുറെ ദിവസങ്ങളായി രാഹുൽ അല്ല ജീവൻ, ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ. ഇന്നലെ ഇപ്പോൾ ഏറ്റവും അവസാനം അപ്ലോഡ് ചെയ്തൊരു വീഡിയോ ഉണ്ടല്ലോ, അത് രാഹുൽ ഈശ്വർ കസ്റ്റഡിയിൽ ഇരിക്കുന്ന സമയത്താണ് അത് അപ്ലോഡ് ആയിട്ടുള്ളത്. അപ്പോൾ ആ ലാപ്ടോപ്പ് അവിടെ തന്നെ ഉണ്ടാകണമെന്ന് വല്ല നിർബന്ധവുമുണ്ടോ? ആര്യ, കഴിഞ്ഞ ലാപ്ടോപ്പ് ഒളിപ്പിക്കുന്നു എന്നുള്ള കാര്യം. പക്ഷെ അതനുസരിച്ചുകൊണ്ടാണ് വീട്ടിലേക്ക് പോലീസ് എത്തി. കാരണം ആ ഒരു ലാപ്ടോപ്പ് മാത്രമല്ല പോലീസിന് കണ്ടെത്തേണ്ടതുണ്ട്. കാരണം ഈ ഒരു ലാപ്ടോപ്പ് മാത്രം ഉപയോഗിച്ചായിരിക്കില്ല ഈ വീഡിയോ ദൃശ്യങ്ങൾ പകർത്തിയതും അത് എഡിറ്റ് ചെയ്ത് പോസ്റ്റ് ചെയ്യുകയും ചെയ്തിട്ടുള്ളത്. അതുകൊണ്ട് ഈ വീട്ടിന്റെ അകത്ത് ഒരു സ്റ്റുഡിയോ തന്നെയുണ്ട്. ആ സ്റ്റുഡിയോയ്ക്കകത്ത് വ്യക്തമായിട്ടുള്ള തെളിവുകൾ ഉണ്ടാകും എന്നുള്ളതാണ് പോലീസ് പറയുന്നത്. കാരണം ഈ യുവതിയുമായി ബന്ധപ്പെട്ടുള്ള കുറച്ച് ചിത്രങ്ങൾ, സന്ദീപ് വാര്യറുടെ പോസ്റ്റുകൾ, അങ്ങനെ പലതരത്തിലുള്ള വിവരങ്ങൾ രാഹുൽ ഈശ്വർ കഴിഞ്ഞ ദിവസങ്ങളിൽ പുറത്തുവിട്ടിരുന്ന സാമൂഹ്യ മാധ്യമങ്ങൾ വഴി പുറത്തുവിട്ടിരുന്ന പോസ്റ്റുകൾ അവിടെ നിന്ന് വിവരങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്നത്.